തെളിവെടുപ്പിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി തെളിവെടുപ്പിന് എത്തിയതിന്റെ ദൃശ്യങ്ങൾ ബംഗളൂരുവിൽ ശ്രീരാംപുരയിലെ അയ്യപ്പ ക്ഷേത്രത്തിന് സമീപത്ത് നിന്നും കമൽ നമുക്ക് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. കമൽ, ഏറ്റവും പുതിയ ദൃശ്യങ്ങൾ നമ്മളിതാ പ്രേക്ഷകരുമായി പങ്കുവെച്ചുകൊണ്ടിരിക്കുകയാണ്. വിശദ വിവരങ്ങൾ അവിടെ നിന്ന് ഈ ഘട്ടത്തിൽ നൽകാനാവുന്ന എന്തൊക്കെ? മോത്തി, കേരള പോലീസിന്റെ ഒരു വാഹനം ഇവിടെ എത്തിയിരിക്കുന്നു. അതിനകത്ത് പോറ്റിയെ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്. ആ സംഘം അത് SIT സംഘം തന്നെ ആയിരിക്കണം. കാരണം ശ്രീരാംപുര അയ്യപ്പ ക്ഷേത്രത്തിന് സമീപത്തേക്കാണ് ഈ പോലീസ് വാഹനം എത്തിയിരിക്കുന്നത്. പക്ഷേ അതിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ആ വാഹനത്തിൽ ഇല്ല എന്നുള്ളതാണ് നമുക്കിപ്പോൾ പറയാൻ കഴിയുന്നത്. പോലീസുണ്ട്. ഇനി മറ്റൊരു വാഹനം എത്തുമോ എന്നറിയില്ല. എന്തായാലും കേരള പോലീസിന്റെ വാഹനം ശ്രീരാംപുരയിൽ എത്തിയിരിക്കുന്നു. ആ വാഹനത്തിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. ഇപ്പോഴത് തിരിച്ച് പോവുകയാണ്. അപ്പാർട്ട്മെൻറ്റും പോറ്റിയുടെ അപ്പാർട്ട്മെൻറ്റും തൊട്ടടുത്ത് തന്നെയാണ്. ഇനി അങ്ങോട്ടാണോ എന്നുള്ളത് നമുക്ക് അവരെ ആ ഭാഗത്തേക്ക് കൂടി പോകേണ്ടി വരും. ഇപ്പോൾ കുറച്ച് മാറി, ഒരു 100 മീറ്റർ മാറിയാണ് ഇദ്ദേഹത്തിൻ്റെ അപ്പാർട്ട്മെൻ്റ് ഉള്ളത്. ആ ദിശയിലാണ് ബംഗളൂരുവിൽ എത്തിയിരിക്കുന്നു, ശ്രീരാംപുരയിൽ എത്തിയിരിക്കുന്നു. ദൃശ്യങ്ങളാണ്, ഏറ്റവും പുതിയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. അപ്പാർട്ട്മെന്റിലേക്കാണ് വാഹനം തിരിയുന്നത് എന്നാണ്. ശരി, പറയൂ. അപ്പാർട്ട്മെന്റിലേക്ക് വാഹനം കയറുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പാർട്ട്മെന്റിന് മുന്നിലാണ് ഇപ്പോൾ കേരള പോലീസിന്റെ വാഹനം നിർത്തിയിരിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റി താമസിച്ചിരുന്ന ശ്രീരാംപുരയിലെ അയ്യപ്പ ക്ഷേത്രത്തിന് സമീപമുള്ള അപ്പാർട്ട്മെന്റിലേക്കാണ് സംഘം നീങ്ങുന്നതെന്നാണ് കരുതുന്നത്. പക്ഷേ ആ വാഹനത്തിൽ പോറ്റിയെ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. മറ്റേതെങ്കിലും വാഹനത്തിൽ എത്തുമോ എന്ന് വ്യക്തമല്ല. എന്തായാലും കേരള പോലീസിൻ്റെ വാഹനമാണ്. സൺബ്ലൈൻഡ് വെച്ച് മറച്ചിട്ടുണ്ട് പിന്നിലെ ഗ്ലാസ്സൊക്കെ. അതുകൊണ്ട് തന്നെ വ്യക്തമായൊരു കാഴ്ചയല്ല ഉള്ളിൽ നിന്ന് കാണുന്നത്. പക്ഷേ ആദ്യ നോട്ടത്തിൽ അതിനകത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റി ഇല്ല എന്നുള്ളത് തന്നെയാണ് എനിക്ക് മനസ്സിലായത്. മോദി, പ്രത്യേക അന്വേഷണ സംഘം വാഹനത്തിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റി വാഹനത്തിലില്ല എന്നുള്ളത് തന്നെയാണ് മോത്തി നമുക്ക് ഇപ്പോൾ പറയാൻ കഴിയുക. ഈ അപ്പാർട്ട്മെൻറ്റിന് സമീപത്തെ ജംഗ്ഷനിലാണ് ഇപ്പോൾ വാഹനം നിർത്തിയിരിക്കുന്നത്. അപ്പാർട്ട്മെൻറ്റിൽ തെളിവെടുപ്പ് നടത്തുകയാണോ ഉദ്ദേശം എന്നുള്ളത് വ്യക്തമല്ല. പോലീസ് ഉദ്യോഗസ്ഥരുടെ പ്രതികരണമില്ല. ഉദ്യോഗസ്ഥർ വാഹനത്തിലുണ്ട്. ഇന്നലെ പുലർച്ചെയാണ് ഈ SIT സംഘം തിരുവനന്തപുരത്ത് നിന്ന് ഇതര സംസ്ഥാനങ്ങളിലേക്കായി പുറപ്പെട്ടത്. ബെല്ലാരിയിലെത്തി സ്വർണം വീണ്ടെടുത്തു എന്നുള്ളതായിരുന്നു ഇന്ന് രാവിലെ നമ്മൾ പുറത്തുവിട്ട വിവരം. അതിനുശേഷം എവിടേക്കാണ് തെളിവെടുപ്പിന് വരിക എന്ന കാര്യത്തിൽ ഒരു അവ്യക്തതയുണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ കേരള പോലീസിൻ്റെ വാഹനം ശ്രീരാംപുരയിൽ എത്തിയിരിക്കുന്നു. ആദ്യം ക്ഷേത്രത്തിന് സമീപം എത്തിയ ശേഷം ഇപ്പോൾ പോറ്റി താമസിച്ചിരുന്ന അപ്പാർട്ട്മെൻറ്റിന് സമീപത്ത് വാഹനം പാർക്ക് ചെയ്തിട്ടുണ്ട്. ഉദ്യോഗസ്ഥർ ഇറങ്ങിയിട്ടില്ല. വാഹനത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയില്ല. പക്ഷേ മറ്റേതെങ്കിലും വാഹനത്തിൽ അദ്ദേഹത്തെ എത്തിക്കുമോ എന്ന കാര്യം വ്യക്തമല്ല. എന്തായാലും ഈ പോലീസ് വാഹനത്തിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്.